പിന്നെ ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം എന്താ പറയുക, നിങ്ങളുടെ അയൽവാസി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിദ്ദിഖ് മാഷ്, പിന്നെ ഷാജി മാഷും കൂടെ ഉണ്ട്. എന്താണ് നിങ്ങളുടെ നാട്ടിലേക്കാണ് വന്നിട്ടുള്ളത്? നിങ്ങളുടെ നാട്ടിലേ തൊട്ടടുത്ത വീട്ടിലൊരു CEO ഉണ്ട്, എൻ്റെ അടുത്ത സുഹൃത്ത് അബ്ബാസ്ക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോൾ വരാറുണ്ട്. അപ്പോൾ പറയാറുണ്ട് മകൾ നസ്രീൻ ഒരു കമ്പനിയിലെ CEO ആണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നേരിട്ട് കാണാനുള്ള അവസരമൊന്നും ഉണ്ടാവാറില്ല. ഫൈസൽ മാഷെ സാന്നിധ്യത്തിൽ അതിനൊരു അവസരം ഉണ്ടായി. ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരുമ്പം. കാരണം അബ്ബാസ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പരോപകാരിയാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സുത്യർഹമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു ഇൻ്റർവ്യൂ ഫൈസലിൻ്റെ ഒപ്പം വന്ന് ചെയ്യാൻ പറ്റിയതിൽ അതിയായ ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. ഇത് നസ്രീൻ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TIIB എന്ന ബിസിനസ് സ്കൂളിൻ്റെ CEO ആണ്. അതിലുപരി മലപ്പുറം ഹാജിയാർ പള്ളിയാണ് വീട്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വ്യത്യസ്ത പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ്. ദുബായിൽ ഹയർ സ്റ്റഡീസിന് പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകരിച്ചേക്കാം. ഇനി എന്താ പറയുക, ഇവരെ വലിയ സന്തോഷം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? എനിക്കറിയെങ്കിലും ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ താങ്കൾക്ക്. അതെ, 15 വർഷത്തിൽ കൂടുതലായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ സീനിയർ റോൾസിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ, പിന്നെ അതേപോലെ 10 ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൺസൾട്ടൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗവൺമെൻറ് സ്കൂളിലെയും ഗവൺമെൻറ് കോളേജുകളിലെയും കുട്ടികൾക്ക് സംരംഭകത്വ മനോഭാവം ഡെവലപ്പ് ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രോജക്റ്റ് ഒരു NGO-നായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞാൻ ചെയ്തത്. ഇന്നിപ്പോൾ 3.4 മില്യൺ സ്റ്റുഡൻസിനാണ് ഇന്ത്യയിൽ അത് കിട്ടുന്നത്. സോ അതൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്. അപ്പം അന്ന് മുതലേ എനിക്കുണ്ട് നമ്മളെ നാട്ടിലത്തെ കുട്ടികൾക്കും ഇപ്പം പുറത്ത് പോയി പഠിപ്പിക്കാൻ ആഗ്രഹമാണ് ഒരുപാട് പേരൻസിന്. പക്ഷെ പെട്ടെന്ന് +2 കഴിഞ്ഞ പാടെ UK-ലേക്കോ യൂറോപ്പിലേക്കോ പറഞ്ഞേക്കാൻ കുറച്ച് പേടിയുണ്ടാവും, പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും. അങ്ങനത്തെവർക്ക് ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ദുബായ് എന്ന് പറഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ദൂരത്താണ്. എല്ലാ ഫാമിലിയിലും ഒരാളെങ്കിലും ദുബായിൽ അവർക്ക് അറിയുന്നവരുണ്ടാവും. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ 2 വർഷം ദുബായിൽ ഇതാവുമ്പോഴത്തേക്കും കുട്ടിയുടെ ഏജും കൂടി ഒന്ന് മെച്യൂർ ആവും. അതിനുശേഷം 3rd ഇയർ UK-യിൽ പോകുമ്പോൾ ഒന്നും കൂടി കോൺഫിഡൻസ് പേരൻസിനും കൂടും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. നിങ്ങൾ ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. TIIB എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഞാൻ ഇടയിൽ ഇടപെടട്ടെ. നേരത്തെ കുറച്ച് കുട്ടികൾ എൻ്റെ കെയർ ഓഫിൽ അവിടെ വന്നിട്ടുണ്ട്, അവരുടെ സ്ഥിതിയും കൂടെ ഒന്ന് പറയാം. അതെ, ഫൈസൽ ഖാന്റെ കെയർ ഓഫിൽ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ നമുക്ക് കുറച്ച് കൂടുതൽ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കുന്നുണ്ട്. അവർക്ക് ജോലിയും കിട്ടിയിട്ടുണ്ട് ഓൾറെഡി പഠിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഈ സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ദുബായിലെ ഏറ്റവും പ്രീമിയം ലൊക്കേഷൻ ആയിട്ടുള്ള ദുബായ് നോളജ് പാർക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ അക്കാഡമി വരുന്നത്. അവിടെയാണ് ഈ ഇന്റർനാഷണൽ UK, ഓസ്ട്രേലിയൻ, യൂറോപ്യൻ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരു ക്യാമ്പസ് തന്നെ ഉള്ള ഒരു ക്യാമ്പസിലാണ് നമ്മുടെ ക്യാമ്പസും വരുന്നത്. അപ്പോൾ അതിൽ ഒരു 140ഓളം രാജ്യക്കാർ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. അവിടെ ആവുമ്പോൾ ഒരു കുട്ടിക്കോ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നൊക്കെ പോയി പഠിക്കുന്ന കുട്ടിക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടും. മറ്റേത് അവർ UK-ലോ യൂറോപ്പിലോ പോകുമ്പം അവിടുത്തെ ആ ഒരു എക്സ്പോഷർ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു 140 നാഷണാലിറ്റീസിൻ്റെ ഒരു എക്സ്പോഷർ കൂടി കിട്ടും. പിന്നെ നമ്മുടെ കോഴ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാത്വേ പ്രോഗ്രാമാണ്. 2 വർഷം ദുബായിൽ പഠിച്ച് 3-ാമത്തെ വർഷം UK-ലോ യൂറോപ്പിലോ 200ഓളം യൂണിവേഴ്സിറ്റീസിനായിട്ടും ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റും. 3rd ഇയർ അവിടെ പോയി പഠിക്കാം. അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകൾ കണ്ടിന്യൂസ് ദുബായിൽ തന്നെ പഠിക്കാം. അങ്ങനെയുണ്ടല്ലോ. ഡെഫിനറ്റ്ലി ചോദ്യം കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. പറഞ്ഞോളൂ. അപ്പോൾ 3rd ഇയറിന് ഇപ്പോൾ UK-ലോ യൂറോപ്പിലോ പോകേണ്ട 3rd ഇയറും ദുബായി തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടേത് പിയേഴ്സൺ BTech എന്ന് പറഞ്ഞ 70ഓളം രാജ്യത്തിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള UK ബേസ്ഡ് കരിക്കുലമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നുമല്ല പ്രത്യേകത. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദുബായിൽ അല്ലെങ്കിൽ GCC-യിൽ 30-40 വർഷങ്ങളായിട്ട് നല്ല വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള ഫൗണ്ടേഴ്സാണ്. അപ്പം അവരായിരിക്കും ഈ കുട്ടികളുടെ മെന്റേഴ്സും കോച്ചസും ആയിട്ട് വരുന്നത്. നമ്മൾ ബിസിനസ് പഠിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വെറും തിയറി പഠിച്ചിട്ട് കാര്യമില്ല. അതിൽ ശരിക്കും ബിസിനസ് എക്സ്പീരിയൻസ് ചെയ്ത് വളർത്തിയെടുത്ത ആളുകളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് കൂടി ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിലത്. +2 കഴിഞ്ഞ ഏത് കുട്ടികൾക്കും ഇത് എനി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിഗ്രി കോഴ്സിന് എങ്ങനെയാണ് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് അതേ ക്രൈറ്റീരിയ. പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് കോളേജസ് ഡിഗ്രി ഫൈനൽ ഇയർ ആവുമ്പോഴാണ്.
പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് അതും പെയ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 1000 ദിർഹംസ് പെർ മന്ത് കിട്ടുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിന് അഫ്കോഴ്സ് ഇന്റർവ്യൂവും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്യാമ്പസ് റിക്രൂട്ടേഴ്സ് നമ്മുടെ ക്യാമ്പസിലേക്ക് വന്ന് കുട്ടികളെ സംസാരിച്ചിട്ടാണ് എടുക്കുന്നത്. സെയിൽസിലാവാം, മാർക്കറ്റിംഗിലാവാം. അത് നമ്മൾ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ again നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പഠിക്കുമ്പോൾ അത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ബിസിനസ് എൻവയൺമെന്റിൽ കുട്ടി നിൽക്കുമ്പോൾ ആ പഠിക്കുന്നത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും ബിസിനസ് എന്നുള്ള ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. പിന്നെ അഫ്കോഴ്സ് അവർക്ക് അവിടെ ഒരു പോക്കറ്റ് മണി കൂടി കിട്ടുന്നതാണ്. ചില കുട്ടികളൊക്കെ 1000 ദിർഹംസിന് കിട്ടിയെങ്കിലും അവരുടേത് പിന്നെ ഇൻക്രിമെന്റ് ആയി 2500 ദിർഹംസ് വരെ ഏൺ ചെയ്യുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഉണ്ട്. അവർ ജോയിൻ ചെയ്തൊരു 4 മാസം നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യും ഫോർ അറ്റൻഡിങ് ദ ഇന്റർവ്യൂ. എങ്ങനെയാണ്, എന്ത് സ്കിൽസ് ആണ് ഈ ആളുകൾ നോക്കുക എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഞങ്ങളിത് പോസിബിൾ ആക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഴ്സിന് തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന. ഞാൻ TIIB യുടെ നമ്പർ കൊടുക്കട്ടെ, വേണ്ട ആൾ കോൺടാക്ട് ചെയ്യണം.